ഒരു ബാംഗ്ലൂർ സ്റ്റോറി പറയട്ടെ. കുറേ വർഷങ്ങൾക്ക് ശേഷം ബസ്സിൽ ബാംഗ്ലൂർക്ക് പിള്ളേരെയും കൂട്ടി പോയ കഥയാട്ടോ. യൂഷ്വലി നമ്മൾ കാറിലാണ് പോകാറ്. പിള്ളേർ വലുതായ ശേഷം ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ പോകുന്നത്. കട്ടപ്പന അമ്പാടി ഹോട്ടലിന് മുമ്പിൽ നിന്നാണ് ബസ് കയറുന്നത്. നമ്മൾ നാലും കൂടെ ബസ്സിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഞങ്ങളുടെ 4 പേരുടെ മുഖത്ത് കാണാനുണ്ട്. അതാ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ബസ് കാത്തു നിന്ന് അവസാനം നമ്മുടെ ഗ്രാൻഡ് ബസ് വന്നു. അടിപൊളി വണ്ടി കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ ജസ്റ്റ് ആ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളെ അകത്തേക്ക് കയറ്റുന്നത്. പിന്നെ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ബസ്സിൽ കയറുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം പിള്ളേരെ അങ്ങോട്ട് വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ താഴെ തന്നെയായിട്ട് ഒരുമിച്ചായിട്ടോ ഇരിപ്പ്. സത്യത്തിൽ കാറ് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. എപ്പോഴും ലിജോ ഡ്രൈവ് ചെയ്യായിരിക്കും, പിള്ളേർ പുറകിലായിരിക്കും. എന്തായാലും ഇങ്ങനൊരു നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഓർമ്മ കിട്ടി കേട്ടോ. ബസ്സിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കളിയൊക്കെ കളിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഞങ്ങൾക്ക് കുറേ കളിയൊക്കെ പറഞ്ഞു തന്നു ഫോണിൽ കളിക്കാനായിട്ട്. കൂട്ടത്തിൽ സ്പൈ ആരെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിം ഞങ്ങൾ ഇറക്കി കളിക്കുന്ന ഇത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അവളുടെ നിയന്ത്രണത്തിലാണ് എല്ലാവരും. പിന്നെ അപ്പാമ്മ എന്ത് പൊട്ടത്തിലായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വഴക്കം പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വിശപ്പ്. കയ്യിൽ ബേക്കറിയിൽ നിന്ന് മേടിച്ച ചീസ് ബോൾ ഉണ്ടായിരുന്നു. ചീസ് ബോൾ ഇഷ്ടമുള്ളവരുണ്ടോ? അങ്ങനെ അതും കഴിച്ച് അണക്കര എത്തി. അപ്പോൾ കുറേ ചേട്ടന്മാർ കുറേ തീപ്പന്തമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഏതോ പാർട്ടിയുടെ ജാഥയാന്ന് തോന്നുന്നു. അതും ഈ ബസ്സിൽ നിന്ന് കാണുമ്പം വേറൊരു ഫീലായിരുന്നു. ഫുഡ് കഴിക്കാൻ നിർത്തുന്നതിനകത്ത് പിന്നെ കുറേ നേരം ഇരിപ്പായി. പക്ഷേ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആകെ 20 മിനിറ്റേ ഉള്ളായിരുന്നു. ഞങ്ങൾ 4 ഇവിടെ കഴിച്ചൊക്കെ വന്നപ്പോഴത്തേനും വണ്ടിയിൽ ചേട്ടന്മാരെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് മടുത്തു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉറങ്ങി നേരെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരെത്തി. ഇത് ബാംഗ്ലൂരിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുന്ന നിപ്പാണേ. നോക്കണ്ട ഉണ്ണി, ഞാനും ലിജോയും സെയിം ഡ്രസ്സാണ്. 1 ഡേ ട്രിപ്പ് അല്ലേ, അപ്പോൾ അതിന് ആ സെയിം ഡ്രസ്സൊക്കെ മതിയല്ലോ അല്ലേ. അവിടെ നിന്ന് ഞങ്ങൾ ഊബർ വിളിച്ച് മടിവാളയെത്തി. ഈ സ്ഥലത്തിനൊക്കെ എന്തൊരു മാറ്റമാണെന്നോ. ഞാൻ പഠിക്കുന്ന ടൈമിൽ മടിവാളയിൽ നിന്നാണ് എപ്പോഴും ബസ് കയറാറ്. അന്ന് ഇത്രയൊന്നും കടയൊന്നുമില്ല. ഞങ്ങളുടെ സൈഡിൽ ആ ബൊഫേ സ്റ്റൈലിൽ കണ്ടതൊക്കെ പാഴ്സൽ കൗണ്ടേഴ്സ് ആട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് ഉപ്പിലിട്ടതിൻ്റെ ഐറ്റംസ്, കുറച്ച് വെറൈറ്റി ഒക്കെ മേടിച്ച് ബസ് കിടക്കുന്നിടത്തേക്ക് പോയി. ഇങ്ങേറ്റത്തുനിന്ന് കല്ലട ഓഫീസിൻ്റെ അങ്ങേയറ്റം വരെ ഞാൻ അവരെ നടത്തി. എനിക്ക് നൊസ്റ്റാൾജിയ. പിള്ളേരും അടുത്ത് കാണും കേട്ടോ. എന്നാലും നമ്മുടെ ഈ ഓർമ്മകളൊക്കെ അവരോട് പറയുമ്പോൾ ഒരു രസം. എന്നാണല്ലോ അവർക്കത് ഇഷ്ടമാണ് അതൊക്കെ കേൾക്കാനായിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത്രയും നീളത്തിൽ അവിടെ ഇത്രയും കടകളൊന്നും ഇല്ല കേട്ടോ. ഇത് ഇപ്പം ഇത്രയും ഷോപ്പുകളായതുകൊണ്ട് നമ്മൾ നടന്ന് വന്നപ്പോൾ ഇങ്ങേയറ്റത്താണ് കല്ലടയുടെ ഓഫീസ് വരുന്നത്. കല്ലടയുടെ ഓഫീസ് കാണുമ്പോൾ എപ്പോഴും അമ്മയെ ഓർക്കും. കാരണം നോർമലി നമ്മൾ പഠിക്കുന്ന സമയത്ത് വെളുപ്പിനെയാണ് ബസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ വിളിച്ചിട്ട് പറയും, ആ സമയത്ത് ഇറങ്ങണ്ട, ഓട്ടോ വിളിക്കണ്ട, അത് കഴിഞ്ഞിട്ട് നേരെ നന്നായിട്ട് വെളുത്ത് കഴിയുമ്പോൾ കല്ലട ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എല്ലാം അറിയാവുന്ന പോലെ അഭിനയിച്ചൊക്കെ വേണം ഇറങ്ങാനായിട്ട്, അമ്മയെ വിളിക്കുന്നവരൊക്കെ കാണിക്കണം. അങ്ങനെ കുറേ ഉപദേശം. പിന്നെ ബാംഗ്ലൂർ ചെന്ന് അവിടുത്തെ ഒരു 3-4 ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനമില്ല. അങ്ങനെ ചായ കുടിച്ച് ഈ കഥയൊക്കെ പിള്ളേരോട് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതാ ബസ് വന്നു. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞില്ല. പിന്നെ അവരൊക്കെ വണ്ടിയെ കയറി. കുറച്ച് നേരം എന്നെ കാണുന്നില്ല. ഞാനവിടെ ചേട്ടന്മാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ലേറ്റായതാ. പിന്നെ അവരും എടുത്തിട്ട് കയറിപ്പോയി. തിരിച്ച് കയറിയപ്പോൾ ബർത്ത് ഏതാണെന്നൊരു സംശയം. അങ്ങോട്ട് പോയ സെയിം സീറ്റ് തന്നെ. എന്നാലും പിന്നെ കണ്ണു പിടിച്ച് നമ്മൾ മേളിൽ കയറി. പിന്നെ ഇതാട്ടോ നമ്മുടെ ബസ്. നല്ല ബസ്സാണ്. അതിൻ്റെ സർവീസൊക്കെ നല്ല കേട്ടോ. ചേട്ടന്മാരൊക്കെ അടിപൊളിയാണ്. അവരെന്നേക്കാളും ഇളയതാട്ടോ. പിന്നെ ഞാൻ പഴയ ശീലത്തിൻ്റെ ബസ്സിലെ ചേട്ടന്മാരൊക്കെ പറയുന്നേ ഉള്ളൂ. സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും മേളിലാട്ടോ ഇരുന്നത്. പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിപ്പായി. പിന്നെ അവർക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഉറക്കമൊന്നും ശരിയായില്ലല്ലോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചെണീപ്പിച്ച് എൻ്റെ കോളേജ് കണ്ടോ, എൻ്റെ ഹോസ്റ്റൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഞാൻ. പിന്നെ ബൊമ്മനഹളി കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങ് ഉറങ്ങിപ്പോയേ. കാരണം അത്രയും ക്ഷീണമല്ലേ. പക്ഷെ ഒത്തിരി നേരം ഉറങ്ങാൻ കിട്ടിയില്ല. അപ്പം കഴിക്കാറായി. കഴിക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഗ്യാസിൻ്റെയൊക്കെ ഷോർട്ടേജ് കൊണ്ട് പിറ്റേ ദിവസമായിട്ട് അവർ ഷോപ്പ് തുറക്കുന്നില്ല എന്ന്. അറിയില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന്. എന്തായാലും അതിൻ്റെ വിഷമം മറ്റേ ഞങ്ങൾ കുറച്ച് പോപ്കോണൊക്കെ മേടിച്ച് തിന്ന് അതുവഴി തേരാപ്പരം നടന്നു കേട്ടോ. ലേറ്റ് ആകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാൻ കയറിയില്ല. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ കാര്യമായിട്ട് തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് കയറിയത്. അതാ. അപ്പോഴാണ് ലിജോ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഷോ കാണിക്കാമെന്നൊക്കെ വെച്ച് അങ്ങോട്ട് ചെന്നാ. അപ്പോൾ ഭയങ്കര നിയന്ത്രണം. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, സൈഡ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ട് ഓടിക്കൽ. അതിൻ്റെ പ്രതികാരം തീർക്കാനായിട്ട് കുറച്ച് നേരം പിടിച്ച് നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ അവരെ വിട്ടത്. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ എന്തേ കട്ടപ്പന എത്തി. ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഇഡ്ഡലി കടയുണ്ട്, ഒരു അപ്പച്ചൻ്റെ. അവിടെ നിന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പതുക്കെ വീട്ടിലോട്ട് നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീട്, ടൗണിൽ തന്നെയാണ് വീട്. അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് നടന്നാണ് പോയത്.
അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ബാംഗ്ലൂർക്ക് കാറിന് സ്ഥിരമായിട്ട് പോകുന്നൊരു ചുമ്മാ ഒന്ന് ബസ് ട്രൈ ചെയ്തേ അടിപൊളി യാത്രയാണ്. പിന്നെ എന്തിനാണ് ബാംഗ്ലൂർക്ക് പോയെന്ന് അടുത്ത വ്ലോഗിൽ പറയാം കേട്ടോ.